എന്റെ രാജമ്മേ ഒന്ന് വേഗം വരൂ. രാധേ, ഞാൻ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം എന്തായിരുന്നു? അല്ല, നീ എന്താ ഇന്ന് ഇവിടെ വന്നു നിന്നത്? പിന്നെ നിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ചിറ്റമ്മ വഴക്ക് പറയില്ലേ? പിന്നെ രാജമ്മേ, ഇന്റെ ഒരു തമാശ ഉണ്ടായത്. വലിയ തമാശയാണോ? പറയുന്നത് കേൾക്കടി. ഞാന് കോളേജിൽ നിന്ന് ഒറ്റയ്ക്ക് വരികയായിരുന്നു. നിന്റെ കൂട്ടുകാരൊക്കെ എവിടെ പോയി? ഓ, ഞാനെങ്ങും കൂട്ടുകൂടാൻ നിൽക്കില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോ പുള്ളിക്കാരനും പുറകെ കൂടി. പുള്ളിക്കാരനും അതാര്? ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ രാജമ്മേ, പുള്ളിക്കാരൻ തൊട്ട് പുറേ നിന്ന് ചിരിക്കുന്നു. എന്റെ രാധേ, ഈ പുള്ളിക്കാരൻ ആരാണെന്ന് പറയില്ലേ? വക്കീല്. ആ, നീ എന്നും പറയുന്ന വക്കീലോ? ഇനി പറയൂ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ എന്നോടൊരു ചോദ്യം, ഇന്നെന്താ ഈ വേഷത്തിൽ നിന്ന്? നീ എന്തു പറഞ്ഞു? അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നഷ്ടം എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ പറയുകയാണേ, നീ എന്താ നിർത്തിക്കളഞ്ഞത്? ഉടനെ പറയുകയാണേ, നഷ്ടമല്ല ലാഭമാണെന്ന്. അതെങ്ങനെ? പിന്നെ സാരി ഉടുത്തപ്പോഴാണ് എന്നെ കാണാൻ കൂടുതൽ ഭംഗിയെന്ന്. എന്റെ രാജമ്മേ, എനിക്കത് അങ്ങോട്ട് കേട്ടപ്പോഴുണ്ടല്ലോ സങ്കടം വന്നോ? സങ്കടമല്ല രാജമ്മേ, എന്താണ് തോന്നിയെന്ന് എനിക്ക് പറയാനറിയില്ല. കുളിര കൂറിയത് പോലെ തോന്നി. രാധേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓ, ചോദിച്ചോ. നേര് പറയണം. ഞാൻ കള്ളം പറയുമോ രാജമ്മേ? നിനക്ക് ആ വക്കീലിനോട് സ്നേഹമുണ്ടോ? ഞാനും ജയച്ചേട്ടനും എന്നും കാണാറുണ്ട് രാജമ്മേ. ആരായി ജയച്ചേട്ടൻ? ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ വിളിക്കുന്നത് ജയച്ചേട്ടൻ എന്നാണ്. ഓഹോ, ഇതെല്ലാം രാജമ്മയോട് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് വലിയ ബുദ്ധിമുട്ടാണ്. അതെന്താ അങ്ങനെ? അങ്ങനെയാണ് രാജമ്മേ, മനസ്സിനുള്ളിൽ എപ്പോഴും എന്തോ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നും. എല്ലാവർക്കും ഇങ്ങനെയാണോ രാധേ? എല്ലാവരുടെയും കാര്യം ഞാൻ എങ്ങനെ അറിയും? പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. നീ എന്താ എല്ലാവരുടെയും കാര്യം ചോദിച്ചത്? പിന്നെ രാധേ, നിന്റെ ശരീരത്തെ ഏതെങ്കിലും പുരുഷൻ തൊട്ടിട്ടുണ്ടോ? അയ്യോ, എന്റെ ശരീരത്തൊന്നും തൊട്ടിട്ടില്ല. ഇതെന്താ രാജമ്മേ നീ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത്? അല്ല, നിന്റെ ജയച്ചേട്ടൻ തൊട്ടെങ്കിൽ നിനക്ക് എന്ത് തോന്നി എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. പിന്നെ അതൊന്നും ഇവിടെ നടപ്പില്ല. അപ്പോൾ ഞാൻ പോട്ടെ രാധേ. ഇനിയും താമസിച്ചാൽ ചിറ്റമ്മ വഴക്ക് പറയും. എങ്കിൽ ഇനി നാളെ കാണാം. എന്താ രാജമ്മേ? ഒന്നുമില്ല. നീ എന്താ എനിക്ക് ഉമ്മ തരാത്തത്? നാളെ ആവട്ടെ രാധേ. മനസ്സിനുള്ളിൽ എപ്പോഴും എന്തോ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നും. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ വെറുതെ നിൽക്കുകയായിരുന്നു. തുണി കഴുകാൻ വന്നിട്ട് നിന്ന് സ്വപ്നം കാണുന്നു. ഇതോട് വേഗം കഴുകിയിട്ട്. നാളെ അവള് സദനത്തിൽ പോകണ്ടെന്ന് പറഞ്ഞേ. അതെന്താ? നാളെ അവളെ കാണാൻ ഒരു കൂട്ടർ ഇവിടെ വരുന്നുണ്ട്. കാണാനെന്ന് പറഞ്ഞാൽ? കാണാനെന്ന് പറഞ്ഞാല് പെണ്ണ് കാണാൻ. എല്ലാം തോന്നാ. ദൈവമേ, അതാരെ? നിനക്കെന്താ എത്ര വലിയ അത്ഭുതം? രാജമ്മയ്ക്ക് കണ്ണില്ലെന്നുള്ള വിവരം അവർക്കറിയാമോ? അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വരുന്നത്. ചെറുക്കനാരാ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ പാച്ചുള്ളയാണ് അതിന്റെ ഏർപ്പാടുകാർ. നാളെ രാവിലെ തന്നെ അവരിവിടെ വരും. വേണ്ട രാജേ. എന്താ രാജമ്മ വല്ലാതെ? എന്താണെന്ന് അറിഞ്ഞില്ല. എനിക്കൊരു പേടി പോലെ. എന്തിനാ പേടിക്കുന്നത്? അവർ പെണ്ണ് കാണാൻ വന്നതല്ലേ. എപ്പോഴും നല്ല ഐശ്വര്യമായിട്ട് പുഞ്ചിരിച്ചുകൂടി നിൽക്കണ്ടേ? ചിരിക്കും, ഞാൻ ഒന്ന് കാണട്ടെ. ചിരിക്കാൻ പറഞ്ഞോ ചിരിക്കണം. ചിരിക്കൂ രാജമ്മേ, മിടുക്കി. എന്താ ഒരുങ്ങി കഴിഞ്ഞില്ലേ? അവരെത്ര നേരമായി കാത്തിരിക്കുന്നു. ഞാൻ കഴിഞ്ഞു. വരൂ രാജമ്മേ. ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, നല്ല ഭംഗിയായി ചിരിച്ചോണ്ട് വേണം അവരുടെ മുമ്പിൽ ചെല്ലാൻ. വാ പെണ്ണേ.
ഇനി ഇവർക്കപ്പുറത്തേക്ക് പോകാമല്ലോ. അപ്പൊ ഉറപ്പിക്കാനല്ലേ? ഉറപ്പിക്കാം. പറ്റൂല, നീ വരും, ഒരു കാര്യം ചോദിക്കാം. രാജമ്മേ, നല്ല മിടുമിടുക്കൻ ചെറുക്കൻ. നീ ഭാഗ്യവതിയാണ് രാജമ്മേ, ഭാഗ്യവതി. ചെറുക്കനെന്താ ഒന്നും മിണ്ടാത്തത് പാച്ചുള്ളേ? ഗോവാനുള്ള ചേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന്. ചെറുക്കൻ ഊമയാണോ? നീ ഉള്ള സത്യമൊന്നും പറയാനില്ല. നിങ്ങൾ ഇഷ്ടം പോലെ തീരുമാനിച്ചു. ചെറുക്കന് സംസാരിക്കാനും വയ്യ, ചെവിയും കേട്ടു. ഇന്ന് വെച്ച കണ്ണില്ലാത്തൊരു പെണ്ണെ കല്യാണം ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ ഗോവനുള്ള ചേട്ടൻ? കണ്ണില്ലാത്ത പെണ്ണിന് നാവും ചെവിയും ഇല്ലാത്ത ഭർത്താവ്. ഈ കല്യാണം നടന്നാൽ അവർക്ക് രണ്ടുപേർക്കും അതൊരു രക്ഷയായിരിക്കില്ല വാച്ചുള്ളി. അങ്ങനെയൊന്നും വിചാരിച്ചാൽ കാര്യം നടക്കൂല. എല്ലാം വിധി പോലെ വരട്ടെന്ന് കരുതണം. അത് പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലും ഭേദം അച്ഛനെന്നെ കൊന്നുകളയാമായിരുന്നല്ലോ എന്നെ മകളെ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല വാച്ചുപിള്ളേ. ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ തുടങ്ങിയാൽ ഈ ആയുഷ്കാലം മുഴുക്ക കല്യാണമില്ലാതെ പെണ്ണ് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. എന്നാലും തിരക്കേടില്ല. ഈ ദ്രോഹം ഞാൻ ചെയ്യില്ല. വേണ്ടെങ്കിൽ വേണ്ട. പെണ്ണിനൊരു ചെറുക്കനെ കൊണ്ടുവരണമെന്ന് ഗോഹാലുള്ള ചേട്ടൻ പറഞ്ഞു. ഞാൻ ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല. അവസാനം ഇതാ കിട്ടിയത്. വള്ളച്ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ പാച്ചുപിള്ളയ്ക്ക് അസുഖമൊന്നും തോന്നരുത്. ഈ വിവാഹം ഞാൻ നടത്തിയില്ല. അപ്പൊ ഞങ്ങൾ വിളിക്കുള്ളൂ. അങ്ങനെയാവട്ടെ. എന്നോട് വിരോധമൊന്നും തോന്നരുത്. അതിന്റെ കാര്യമൊന്നുമില്ല. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അതൊക്കെ പറയാം. ഈ ഭാഗ്യം കെട്ട അച്ഛന്റെ മോളായിട്ട് നീ എന്തിന് ജനിച്ചു മോള്? ഭാഗ്യമെന്ന് പറഞ്ഞാൽ ശരിയാ. ഇവർക്ക് കല്യാണം വിധിച്ചിട്ട് അന്ന് നിന്റെ അമ്മ മരിച്ചപ്പോൾ നിനക്കും കൂടെ മരിക്കാൻ പറ്റില്ല.